മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി VP അനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ VP അനിൽ, താങ്കൾ ഒരുപക്ഷെ ശ്രീജിത്തിന്റെ പ്രതികരണം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം SP ഓഫീസിലെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ആ പരാതിയെ തുടർന്നാണ് അദ്ദേഹം അനഭിമതനായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ നീക്കങ്ങൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതി പിൻവലിക്കുന്നതിനായി മലപ്പുറത്ത് CPM നേതാക്കളുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ഉണ്ടായി എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളോടുള്ള പ്രതികരണം. മലപ്പുറത്തുനിന്ന് CPMന്റെ നേതാക്കന്മാർ അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ആ രീതിയിലൊന്നും ശ്രമം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൈവശം ഇതിന്റെ തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതായത് മലപ്പുറത്ത് നമുക്കറിയാം ഈ വിഷയം വലിയ ചർച്ചയായി വരികയും CPM സ്വാഭാവികമായും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിനുള്ള വെളിപ്പെടുത്തിക്കോട്ടെ. അതായത് CPM ഒരു തരത്തിലും ഇദ്ദേഹവുമായി ബന്ധപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും PV അൻവറൊക്കെ ഈ വിഷയം എടുത്തിടുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയും SP സുജിത് ദാസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ഈ ഒരു പശ്ചാത്തലത്തിലും കൂടി CPMന്റെ ഒരു അഭിപ്രായം നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ആകെ ആവശ്യപ്പെട്ടിരുന്നത് ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെയും ഇവരുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായി മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകി കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് എത്തുമല്ലോ. അത് പിന്നെ പ്രത്യേകമായി അദ്ദേഹത്തോട് ആവശ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹം അന്ന് MLA ആണ്. അപ്പൊ MLA എന്നുള്ള രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ശ്രീജിത്തിനോട് വല്ലതും CPM ആവശ്യപ്പെട്ടിരുന്നോ നേരിട്ട്? അതാണ് ചോദിച്ചത്. ഇല്ല. ശ്രീജിത്തുമായിട്ടുള്ള ഒരു ആശയവിനിമയവും ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. നമ്മുടെ ജില്ലാ നേതൃത്വം ആ രീതിയിൽ അദ്ദേഹത്തോട് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഒരു ഔദ്യോഗിക സ്വഭാവത്തിലല്ലാതെ അനൌദ്യോഗികമായുള്ള സംസാരം നടന്നിട്ടുണ്ടോ? നമ്മുടെ അറിവിലില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആരോപിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? MLAയോട് നമ്മൾ പറഞ്ഞിരുന്നത് ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അത് ആ വഴിക്ക് നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ശ്രീജിത്ത് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അൻവറുമായുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ ശ്രീജിത്തുമായി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നാണ് അല്ലേ? ഇല്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ആരോപിക്കുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അദ്ദേഹം കുറെ കാലങ്ങളായിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കും. അല്ല, ശ്രീജിത്ത് ഇത്തരം ആരോപണങ്ങളുമായി പൊതുമധ്യത്തിൽ വന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് പിന്നിൽ വല്ല ഗൂഢാലോചനയും PV അൻവറിന്റെ കളികളും വല്ലതും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അതെല്ലാം തന്നെ ഇനി വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഇദ്ദേഹത്തിന് ആ രീതിയിൽ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളറിവില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ VP അനിൽ പ്രതികരിച്ചതിന്. CPMന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറയുന്നു CPMന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിവുമില്ല, ശ്രീജിത്തുമായി സംസാരിച്ചിട്ടില്ല, പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടില്ല. അവർ സംസാരിച്ചത് PV അൻവറിനോട് മാത്രമാണ്. കാരണം PV അൻവറിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ള ആവശ്യം മാത്രമാണ് തങ്ങൾ ഉന്നയിച്ചത് എന്നാണ് CPM വ്യക്തമാക്കുന്നത്.